ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 32-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന്. സംഭവം ഇതാണ്. എമാവൂസ് എന്ന് പറയുന്ന കുഗ്രാമത്തിലേക്ക് ഒളിച്ചുപോയ 2 ശിഷ്യന്മാരോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ചേർന്ന് നടന്നുകൊണ്ട് സങ്കീർത്തനങ്ങളിലും പ്രവചന ഗ്രന്ഥങ്ങളിലും മശിഹായെക്കുറിച്ച്, കർത്താവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് അവർ സത്രത്തിൽ വിശ്രമിക്കുമ്പോൾ അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ അവർക്ക് യേശുവിനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, വഴിയാത്രയിൽ വെച്ച് യേശു ക്രിസ്തു തിരുവചനങ്ങൾ വ്യാഖ്യാനിച്ചു വന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാകുന്നുവെങ്കിൽ ഓരോ വചനത്തിലൂടെയും കർത്താവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നതിൻ്റെ ഒരു പ്രതീകമാണ്. തിരുവചന വായന കർത്താവിൻ്റെ സാന്നിധ്യമുള്ളതായി തീരാൻ ഈ വചനം നമ്മളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.